ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കണ്ണമാലിയിലെ കടൽക്കയറ്റത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണമാലി പ്രദേശത്തെ കടൽക്കയറ്റത്തിൽ അടിയന്തരമായി പരിഹാരം കാണുക, സമരം ചെയ്ത വൈദികർക്കെതിരെ അന്യായമായി കേസെടുത്ത നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സേവ് കണ്ണമാലി എന്ന പ്രമേയവുമായി കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MP ശിവദത്തൻ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള ശ്രീ മുഹമ്മദ് ഷിയാസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. മാർച്ചിനെ തുടർന്ന് നടന്ന പൊതുയോഗം അവസാനിച്ചതിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഇതിനിടയിൽ ഒരു കൂട്ടം പ്രവർത്തകർ താലൂക്ക് ഓഫീസിലേക്ക് കടക്കുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും പോലീസ് പിന്തിരിപ്പിച്ചു. പോലീസ് ശക്തമായ രീതിയിലാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കിയിൽ ചില പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. കൊച്ചി നോർത്ത് സൗത്ത് ഇടക്കൊച്ചി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലയിലെ കണ്ണമാലി പ്രദേശത്തുള്ള 50,000-ത്തിലധികം വരുന്ന ആളുകളെ ബാധിച്ചിട്ടുള്ള ഈ കടൽക്ഷോഭം എത്രായിരം കുടുംബങ്ങളെയാണ് ഈ പ്രശ്നം ബാധിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത ഭരണാധികാരികളും ജനപ്രതിനിധികളുമെല്ലാം ഈ നാട്ടിലുണ്ട്. കാലങ്ങളായുള്ള ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിരന്തരമായി കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കുന്ന വലിയ സമരങ്ങളും കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നേതൃത്വത്തിലുള്ള സമരമുണ്ട്. ചെല്ലാനം മുതൽ 11 കിലോമീറ്റർ നീളത്തിൽ കടൽഭിത്തി നിർമ്മിക്കുവാൻ ടെൻഡർ കൊടുക്കുകയും പിന്നീട് 7 മീറ്ററാക്കി ചുരുക്കി അഴിമതി നടത്തി കണ്ണമാലി കണ്ടക്കടവ് പ്രദേശത്ത് രൂക്ഷമായ കടൽക്കയറ്റം ഉണ്ടാക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ച ഇടതുപക്ഷ സർക്കാർ അനാസ്ഥയും അഴിമതിയും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. മാർച്ചിൽ ശക്തമായ പ്രതിഷേധമാണ് ഇരമ്പിയത്. മാർച്ച് താലൂക്ക് ഓഫീസിന് 50 മീറ്റർ മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി MP ശിവദത്തൻ അധ്യക്ഷത വഹിച്ചു. ദീപ്തി മേരി വർഗീസ്, ഡൊമിനിക് പ്രസന്റേഷൻ, N വേണുഗോപാൽ, ടോണി ചമ്മണി, MR അഭിലാഷ്, തമ്പി സുബ്രഹ്മണ്യം, സുനില സിബി, VH ഷിഹാബുദ്ദീൻ, PP ജേക്കബ്, M മുരളീധരൻ, KM റഹീം, അജിത് അമീർ ബാവ, ജോൺ പഴേരി, അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ തുടങ്ങിയവർ പ്രസംഗിച്ചു. അവർ നാളിതുവരെയായിട്ട് സംഘടിപ്പിച്ചിരുന്ന അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ അവരുടെ വീടുകൾ മുഴുവനും നശിച്ച് നാശാവൃതമായിരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് പഠിക്കാനും ജീവിക്കുവാനും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.